അപ്പോൾ സത്യവിശ്വാസി ഏറ്റവും വലിയ വില കൽപ്പിക്കേണ്ട ഒന്നാണ്, അല്ലെങ്കിൽ ഒരു അനുഗ്രഹമാണ് സമയം. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ ഹദീസിൽ നബി തങ്ങൾ അത് ഉണർത്തിയത്. നിഅമത്താനി, വലിയ നിഅമത്ത, രണ്ട് നിഅമത്തുണ്ട്. മഗ്ബൂനുൻ ഫീഹിമാ കസീറും മിനന്നാസ്, മിക്ക ആളുകളും അതിൽ വഞ്ചനയിലകപ്പെട്ട് വഞ്ചിതരായി പോവുക. ഒന്ന് ആരോഗ്യം, ആരോഗ്യം ഉണ്ടായാൽ എന്തും ചെയ്യാമെന്ന ഒരു ധാർഷ്ട്യം. വൽ ഫറാഗ്, സമയം ഉണ്ടായാൽ എങ്ങനെയെങ്കിലും ഈ സമയം കൊല്ലണമെന്ന ഒരു ദുർവിചാരം, നിരർത്ഥകമായ ചിന്ത. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള നിരവധി ഹദീസുകളിലൂടെ, നേരത്തെ പറഞ്ഞ ആയത്തിലും അതാണ്, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളേക്ക് വേണ്ടി എന്ത് ആലോചിച്ചു, എന്ത് തയ്യാറാക്കി വെച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കണം. നാളെ എന്താണ് സംഭവിക്കാൻ പോവുക എന്നും ചിന്തിക്കണം. നാളെ എന്ന് പറഞ്ഞാൽ സാധാരണ അറബിയിൽ നാളെ, അല്ലെങ്കിൽ മലയാളത്തിൽ നാളെ എന്ന് പറഞ്ഞ അർത്ഥമുണ്ട്. അതിൽ വ്യത്യസ്ത ഇവിടുത്തെ അർത്ഥം. നാളെ പറഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം, മരണത്തിന്റെ കാര്യം പറയുന്നിടത്ത് അതാണ് അതിൻ്റെ അർത്ഥം. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്നൊരൊറ്റ മനുഷ്യനും അറിയില്ല. അടുത്ത നിമിഷം ഒരാൾ ചായപ്പിടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ ബോധം കെട്ട് കുഴഞ്ഞു വീഴുന്നു, മരിക്കുന്നു. നാളെ ആയിട്ടല്ല, അന്ന് തന്നെയാണത്. അപ്പൊ നാളെ എന്ത് സംഭവിക്കുമെന്ന് ഒരാളും അറിയില്ല എന്ന് പറഞ്ഞാൽ, ഒന്ന് മനുഷ്യന്റെ ഈ സമയം സംബന്ധമായ ദൗർബല്യത്തിലേക്ക്, അല്ലെങ്കിൽ വിവരശൂന്യതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഖുർആൻ. ഇന്നത്തെ കാര്യം പോലും നിനക്കറിയില്ല, ഇന്നത്തെ സമയം എങ്ങനെയെല്ലാം വിനിയോഗിക്കാം, ഇന്നത്തെ സമയം നിന്നെ സംബന്ധിച്ച് എങ്ങനെയാണ് വന്നു ചേരുന്നത് എന്ന് നിനക്കറിയില്ല. എത്രയോ ആളുകളെ പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നു, കുഴഞ്ഞു വീണു മരിച്ചു. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്ന ഒരൊറ്റ മനുഷ്യനും അറിയില്ല. മംഗലാപുരത്ത് വിമാനം ലാൻഡ് ചെയ്തു, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. സാധാരണ അൽഹംദുലില്ലാ പറഞ്ഞവരൊക്കെ അൽഹംദുലില്ലാ ഇവിടെ എത്തിയാലോ, കുട്ടികളൊക്കെ വന്നിട്ടുണ്ടാവും, ഡ്രൈവർ വന്നിട്ടുണ്ടാവും, ഭാര്യ വന്നിട്ടുണ്ടാവും, ജ്യേഷ്ഠൻ വന്നിട്ടുണ്ടാവും. ആ ഒരു സെക്കൻഡ് കൊണ്ട്, 10 സെക്കൻഡ് കൊണ്ട്, 20 സെക്കൻഡ് കൊണ്ട് ആ വിചാരം അങ്ങനെ പൂർത്തിയാകുമ്പോഴേക്ക് വിമാനം തീപിടിച്ച് കരിഞ്ഞു പോവാണ്. 100-150 യാത്രക്കാർ. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, അടുത്ത നിമിഷം എന്താ സംഭവിക്കാൻ ആർക്കും അറിയില്ല. അതിന്റെ തൊട്ട് പിന്നിൽ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, അതും മനുഷ്യന്റെ സമയസംബന്ധമായ ദൗർബല്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്, വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. എന്താ അതിലെ ഫായിദ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വമാ തദ്രി നഫ്സുൻ ഫി അയ്യി വഖ്തിൻ തമൂത്ത് എന്ന് പറഞ്ഞ എന്താ വ്യത്യാസം? വമാ തദ്രി നഫ്സുൻ ഫി അയ്യി വഖ്തിൻ തമൂത്ത് എന്നതിനേക്കാൾ എത്രയോ അബ്ലഗാണ്, എത്രയോ അർത്ഥസമ്പൂർണമാണ് വമാ തദ്രി നഫ്സുൻ ബി അയ്യി അർളിൻ തമൂത്ത് എന്ന് പറഞ്ഞു. ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുക എന്ന് പോലും അറിയില്ല. എന്നിട്ടല്ലേ ഏത് സമയമാണ് മരിക്കുക എന്നറിയില്ല. ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുക എന്ന് പോലും അറിയില്ല. വിസിറ്റ് വിസയിൽ ഇവിടുന്ന് പോകുന്നു, പൊന്മുണ്ടത്തുനിന്ന് അബുദാബിയിൽ എത്തിയിട്ട് അവിടുന്ന് മരിക്കുകയാണ്. പൂനൂരിലെ ആചാര്യ ഇവിടുന്ന് ലണ്ടനിലേക്ക് പോവുകയാണ്, ലണ്ടനിൽ ചെന്നിട്ട് മരിക്കുകയാണ്. മയ്യത്ത് തിരിച്ചു കൊണ്ടുവരും. ലണ്ടനിൽ നിന്ന് മരിക്കുമെന്നറിഞ്ഞാൽ ഇവിടുന്ന് ലണ്ടനിലെത്തിന് ഒരുപാട് മെനക്കടാ. 8-10 മണിക്കൂർ വിമാനത്തിലിരിക്കണം. വല്ല സൂചന കിട്ടിയാൽ പോക്ക് ക്യാൻസൽ ചെയ്യാവുന്നേ ഉള്ളൂ. വിമാനത്തിന് ടിക്കറ്റിന്റെ പൈസ അവിടെ പ്രശ്നമാക്കൂല്ല ആരും. പെണ്ണുങ്ങളെയും കുട്ടികളൊപ്പം ഇരുന്ന് മരിക്കുക. എന്നാൽ ഏത് നാട്ടിലാണ് ഒരു മനുഷ്യൻ മരിക്കുക എന്ന് പോലും അവൻ അറിയില്ലെങ്കിൽ ഏത് സമയമാണ്, ഏത് മിനിറ്റിലാണ് മരിക്കുക എന്ന് എങ്ങനെ അവൻ അറിയാൻ അറിയും? അപ്പോൾ സമയത്തിന്റെ വില മനസ്സിലാക്കിയാൽ ഏകദേശം മനുഷ്യന്റെ ജീവിതം വിജയത്തിന്റെ ദിശയിലേക്ക് തിരിഞ്ഞു എന്ന് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കുമ്പോഴാണ് ഇദാ അംസൈത ഫലാ തൻതളിരിൽ അസ്സബാഹ വഇദാ അസ്ബഹത ഫലാ തൻതളിരിൽ മസാഅ എന്ന് പറയുന്നത് പ്രയോഗവൽക്കരിക്കാൻ കഴിയും. അത് മനസ്സിലാക്കുമ്പോഴാണ് ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു, നിന്റെ സഹായവും തൗഫീഖ് ഉണ്ടെങ്കിലേ മാത്രമേ പടച്ചോനെ എനിക്ക് തല പൊന്തിക്കാൻ കഴിയുള്ളൂ രാവിലെ. ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു
ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. ആ ഈമാനിൽ, ആ അടിയുറച്ച വിശ്വാസത്തിൽ അവൻ കിടന്നുറങ്ങണം. ഉണരുമ്പോഴോ അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. സമയത്തിന്റെ വില മനസ്സിലാക്കുന്ന സത്യവിശ്വാസിയുടെ ദിക്റാണത്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി. മരിപ്പിച്ചല്ലോ. അന്നൗമു അഖുൽ മൗത്ത് വഹുവല്ലദീ യതവഫാകും ബില്ലൈൽ വയഅലമു മാ ജറഹ്തും ബിന്നഹാർ വഹുവല്ലദീ യതവഫാകും ബില്ലൈൽ. മരിച്ചു. പരിസരത്ത് ആളുകൾ വർത്താനം പറയുന്നത് കേൾക്കുന്നില്ല. ഇതൊക്കെ ഈ മനുഷ്യന്റെ നൈമിഷികത അല്ലെങ്കിൽ മനുഷ്യന്റെ ക്ഷണികത ബോധ്യപ്പെടുത്താൻ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സമയത്തിൻ്റെ വില മനസ്സിലാക്കാൻ അള്ളാഹുവിൻ്റെ ദീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒക്കെ ചെയ്തു വെച്ച സംവിധാനങ്ങളാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ഇനി ഞാൻ മരിക്കും, മരിച്ചാൽ പടച്ചവൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ സമയത്തിൻ്റെ വില മനസ്സിലാക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യവും അവന് ചെയ്യാം. ചെയ്യുന്ന കാര്യങ്ങളിലല്ല. അങ്ങാടിയിലേക്ക് പോകാൻ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അങ്ങാടിയിലേക്ക് പോകാം, അത് ഇബാദത്താണ്. ഫർള് ഐന് നിർവഹിക്കാനുള്ള ഇബാദത്തിലാണ്. അങ്ങാടിയിലേക്ക് കുട്ടികൾക്ക് അരി സാമാനം വാങ്ങാൻ പോകാൽ, ഇതൊന്നും ആളുകൾ സാധാരണക്കാർ കൃത്യമായി മനസ്സിലാക്കുന്നില്ല. നമ്മളാരും പറഞ്ഞു കൊടുക്കാറില്ല. അങ്ങാടിയിൽ കൊണ്ടുപോയി കൊടുക്കുന്ന പൈസ ഫർള് ഐനിൽ ചെലവഴിച്ച പുണ്യമായ പൈസയാണ് എന്ന കൃത്യമായ ബോധം സാധാരണക്കാരൻ ഉണ്ടാകുന്നില്ല. നമ്മളമായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കണം. ഞാൻ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും തിന്നാൻ കൊടുക്കൽ ഫർള് ഐനാ. അരിയും സാമാനം വാങ്ങിയ പൈസ കൊടുത്താൽ ഫർള് ഐന് നിർവഹിക്കുന്നതിൽ ചെലവഴിച്ച പൈസയാണത്. അത്ര മഹത്തരമായ ദീനിന്റെ കാഴ്ചപ്പാടിൽ തന്നെ മഹത്തരമായ ഒരു കാര്യമായത് കൊണ്ടാണ് പ്രവാചകന്മാർ വരെ അത് ചെയ്തത്. പ്രവാചകന്മാർ പലരും ആക്ഷേപിക്കുന്നു, ഇതെന്ത് നബിയാ, മാലി ഹാദർ റസൂൽ യഅകുലു തആം വയംശി ഫിൽ അസ്വാഖ് ലൗലാ ഉൻസില ഇലൈഹി മലകുൻ ഔ യകൂന മഅഹു നദീറ. അപ്പോൾ സമയത്തിൻ്റെ കാര്യത്തിൽ ഒരു ആത്മപരിശോധന നടത്തണം. നമ്മൾ ആദ്യം നടത്തണം. നമ്മൾ തന്നെ അതിൻ്റെ വില മനസ്സിലാക്കുന്നതിൽ നിസ്ശേഷം എന്ന് തന്നെ പറയാൻ പരാജയപ്പെട്ടിരിക്കുന്നു. നിസ്ശേഷം പരാജയപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുകയാണെങ്കിൽ തന്നെ, ഉദാഹരണം സൃഷ്ടിപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ദിക്റ് അല്ല, തസ്ബീഹ് അല്ല, പത്രം വായിക്കുക, കിതാബ് നോക്കാം, ഒക്കെ ചെയ്യാം. കിടന്ന് കാണുന്ന കിതാബ് നോക്കാം. അപ്പോൾ ഒരു മുഹാസബ നടത്തണം. മുഹാസബത്ത്, സമയം ചെലവഴിക്കുന്ന വിഷയത്തിൽ നമ്മുടെ കാർക്കശ്യം, നമ്മുടെ ജാഗ്രത, നമ്മുടെ അതിൽ ശരിയായ നിലപാട് സ്വയം കണ്ടെത്താൻ വേണ്ടി ഒരു മുഹാസബത്ത് നടത്തണം. സൂഫികളുടെ ലോകത്ത് അങ്ങനെ ഒരു കൃത്യമായ പണിയുണ്ടല്ലോ, മുഹാസബ. ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, രാത്രി ആയാലും രാവിലെ ആയാലും ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഒരു ക്രമീകരണം, മുൻഗണനാക്രമത്തിലുള്ള തെർത്തീബ് മനുഷ്യൻ്റെ, മുസ്ലിമിൻ്റെ പണികൾക്കുണ്ടാകണം. കൃത്യമായ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ തിരക്കടില്ല. എന്നാലും രാത്രി ഒരു മുഹാസബത്ത് അപ്പോഴും ഫലപ്രദമായിരിക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ടൈം ടേബിളെങ്കിലും ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്തത്. ഒരു മിനിറ്റ് നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടുകയില്ല. അതാണ് നേരത്തെ ഇമാം ഹസനുൽ ബസ്രി പറഞ്ഞത്, ഫഇന്നി ലാ അഊദു അബദ, ഞാൻ ഇനി തിരിച്ചു വരൂലട്ടോ എന്ന് ഓരോ ദിവസവും മനുഷ്യനോട് വിളിച്ചു പറയുന്നുണ്ട്. ഒരു കച്ചവടക്കാരൻ അയാളെ കണക്കെടുപ്പ് നടത്തുന്നില്ല. അവസാനം ചരക്കുകളുടെ കണക്കെടുപ്പായതിനാൽ നാളെ കട പ്രവർത്തിക്കുന്നതല്ല, അല്ലെങ്കിൽ 2 ദിവസം കട പ്രവർത്തിക്കും, ഒക്കെ നോക്കുകയാണ്. ഒരു കൊല്ലത്തെ കച്ചവടത്തിൽ ഇന്ന ചരക്കുകൾ, ഇന്ന സാധനങ്ങൾ എത്ര വിറ്റു, അതിൻ്റെ ലാഭം എത്ര, കഴിഞ്ഞ കൊല്ലം എത്രയൊന്നും ലാഭം, അതിന് മുമ്പത്തെ കൊല്ലം എത്രയൊന്നും ലാഭം, ഈ കൊല്ലം ലാഭം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്, തുടങ്ങിയതൊക്കെ ഈ കണക്കെടുപ്പിൽ പെടും. അങ്ങനെ വല്ല ലാഭം കുറവുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ലാഭം കുറവ്, ഇക്കൊല്ലം ഏതായാലും ലാഭം കുറഞ്ഞു പോയി, അടുത്ത കൊല്ലം ആ ലാഭക്കുറവ് പരിഹരിക്കാൻ എന്തു ചെയ്യണം, ഇതൊക്കെ മുഹാസബത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ.
മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശിഷ്യ ഇൽമിന്റെ അഹ്ലുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം മുഹാസബത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വാആത്ത് വഅൗലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. മാത്രമല്ല, നമ്മൾ ഈ സമയത്തിൻ്റെ വില പാലിക്കുന്നവരാണ് എന്ന് ജനം മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ശിഷ്യന്മാർ മനസ്സിലാക്കുമ്പോൾ, നമ്മളുമായി ഇടപഴകുന്ന ആളുകൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ആ ശീലം അവരിലേക്ക് പകരുകയുള്ളൂ. സമയത്തിന് വലിയ വിലയാണ്. അതെൻ്റെ ഉസ്താദിൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഷെയ്ഖിൻ്റെ ജീവിതത്തിൽ ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആളുടെ ജീവിതത്തിൽ നിന്ന് എനിക്കത് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോൾ അവരും ഏറെക്കുറെ അതിങ്ങനെ മാറി വന്ന് അവരുടെ ജീവിതവും അവരുടെ സമയവ്യയവും ഇൻഷാ അല്ലാഹ് ക്രമേണ അത് ഫലപ്രദമായി മാറും. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ്സിന് സമയം ചെലവഴിക്കുന്നു, എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? ഇങ്ങനെ ഒരു ക്ലാസ്സിന് നാം സമയം ചെലവഴിക്കുന്നു. പണ്ടേ നമ്മൾ കേൾക്കാറുള്ള ഹദീസാണ്, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഈ 1 മണിക്കൂറെങ്കിലും അൽഹംദുലില്ലാഹ് ഈ സ്വർഗത്തോപ്പിലിരിക്കാൻ നമുക്ക് സമയം കിട്ടിയാലോ, സൗഭാഗ്യം ലഭിച്ചല്ലോ. ഒന്ന്. രണ്ടാമത്, ഈ പറയുന്ന ആള് നമുക്ക് ഫലപ്രദമാകുന്ന വല്ല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പഠിക്കാം, നമ്മുടെ ജീവിതത്തിൽ പകർത്താം, നമ്മുടെ കുട്ടികൾക്കത് കൈമാറാം. നമ്മൾ ലേഖനം എഴുതുമ്പോഴോ പുസ്തകം രചിക്കുമ്പോഴോ അതിലൂടെ അതിൻ്റെ വായനക്കാർക്ക് വേണ്ടി അത് കൈമാറ്റം ചെയ്യാം. അങ്ങനെ ഒരുപാട് നന്മകൾ. ആരെങ്കിലും ഒരു ഹസനത്ത് നടപ്പാക്കിയാൽ ഖിയാമത്ത് നാൾ വരെ അത് ചെയ്യുന്ന ആളുകളുടെ ഹസനത്തിൽ നിന്ന് ഒരു വിഹിതം ഇവനുണ്ടാകും. മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈ. അപ്പം ഇങ്ങനെ ഒരു സമയം ഒരു ക്ലാസ്സിന് വേണ്ടി, എൻ്റെ ക്ലാസ് എന്നല്ല, ആരുടെ ക്ലാസ് ആണെങ്കിലും ഇൽമിൻ്റെ ഏത് സദസ്സാണെങ്കിലും അതിൽ സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് അൽഹംദുലില്ലാഹ് ഒന്നും നഷ്ടപ്പെടാനില്ല. ദുന്യവിയായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സമയം ചെലവഴിക്കുകയാണെങ്കിലോ ആ സമയം അനുഗ്രഹശൂന്യമായിരിക്കും. ദീനാറും ദിർഹമൊക്കെ ആവശ്യമുള്ളൂ. മനുഷ്യൻ്റെ നിലനിൽപ്പിന് അള്ളാഹു അനിവാര്യമാക്കിയതാണ് സമ്പത്ത്. പക്ഷെ അതേ ദീനാറിൻ്റെയും ദിർഹമിൻ്റെയും കാര്യത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞത് തൈസ അബ്ദുദ് ദിർഹമി വദ്ദീനാർ വൽ ഖമീസതി വൽ ഖബീസ. ദീനാറ്, ദിർഹം, ഉറുപ്പ്യ, ഡോളർ, കുപ്പായം, കോട്ട്, സൂട്ട്, ഇത് മാത്രം ചിന്തിച്ചു കൊടുക്കുന്ന ആള് മഹാപരാജിതനാണ്. നേരെ മറിച്ചത് ദുന്യാവിൻ്റെ ജീവിതത്തിനൊരു മാധ്യമമാണ് എന്ന നിലക്ക് അതിനെ കണ്ടാലോ മർഹബൻ, നല്ലതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് സമയത്തിൻ്റെ വില നാം കൂടുതൽ മനസ്സിലാക്കുക. നാമുമായി ഇടപഴകുന്ന ആളുകൾക്ക് സമയത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. ആ രീതിയിൽ അത് ഉപയോഗപ്പെടുത്താൻ, അങ്ങനെ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന സമയത്തിൻ്റെ മൂല്യവൽക്കരണത്തിലൂടെ ആ വലിയ നിഅമത്തിന് ശുക്ർ ചെയ്യാൻ നമ്മൾ സന്നദ്ധരാവുക. പഠിച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.